എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഒരു കുട്ടി ഈവനിങ് വ്ളോഗാണ് നിങ്ങൾ ഈ കാണാൻ പോകുന്നത്. നല്ലപോലെ വിശന്ന് കഴിഞ്ഞപ്പോൾ ഓൺ ദ വേ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറി അവിടെ നിന്ന് ലഞ്ച് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ സൂപ്പാണ് ഓർഡർ ചെയ്തത്. ഞങ്ങൾക്ക് ഓർഡർ ആക്കി കഴിഞ്ഞപ്പോഴാണ് എന്നാ ഒരു വ്ളോഗ് എടുത്തേക്കാ എന്ന് വിചാരിച്ചത്. കംപ്ലീറ്റ് ആവില്ലയോ എന്നൊന്നും എനിക്ക് അപ്പം അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇത് റെക്കോർഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ചിക്കൻ മഷ്റൂം സൂപ്പാണ്. ഇവിടുത്തെ സൂപ്പുകളൊക്കെ അത്യാവശ്യം എനിക്കിഷ്ടമാണ്. എനിക്കിവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ആ ചില്ലി വിനെഗർ സോസാണ്. പെപ്പറൊക്കെ ആഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ആ നല്ലൊരു പുളിയും കൂടി അതിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ലതല്ല ഒത്തിരി ഇടുന്നത്, എന്നാലും ഞാനത് വീണ്ടും വീണ്ടും ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ആഡ് ചെയ്യുമ്പോഴത്തേക്കും സൂപ്പിനൊരു പ്രത്യേക ഫ്ലേവർ വരണ പോലെ എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പം എനിക്ക് പുളി ഇഷ്ടമായതുകൊണ്ടാണോ എന്നറിയില്ല, ഞാൻ എന്തായാലും അത് ഒത്തിരി പ്രിഫർ ചെയ്യുന്ന ഒരാളാണ്. അടുത്തത് സ്റ്റാർട്ടർ ഓർഡർ ചെയ്യാൻ എനിക്കിത്തിരി കൺഫ്യൂഷൻ ഉണ്ടായി. അപ്പം ഞാൻ ബെസ്റ്റ് സെല്ലേഴ്സ് സ്വിഗ്ഗിയിൽ സൊമാറ്റോയിലൊക്കെ നോക്കി അങ്ങനെയാണ് ഞാൻ ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെയാണ് ഈ വട്ടം അവരുടെ പെപ്പർ ആൻഡ് ഹണി പോർക്ക് അതാണ് ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷേ അത്യാവശ്യം സ്വീറ്റ് ടൂത്തുള്ള ആളാണ് ഞാനെങ്കിലും എനിക്കിത് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് മടുത്തുപോയി. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും, എനിക്കറിയില്ല. എനിക്കതിൻ്റെ ആ സ്വീറ്റ് പ്ലസ് പോർക്ക് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല നെയ്യൊക്കെ ഉണ്ടാവും. അതിൻ്റെ കൂടെ ഒരുപാട് ഓയിലും ഒക്കെ കൂടി ആയിക്കഴിഞ്ഞപ്പം എനിക്ക് മടുത്തുപോയി. പിന്നെ അവിടെ നിന്നൊന്നും ഞാൻ വേറെ ഓർഡർ ചെയ്തില്ല, അതുകൊണ്ട് തന്നെ ഫിനിഷാക്കി. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നല്ലൊരു ഡ്രൈവായിരുന്നു. എയർപോർട്ട് റോഡിലാണിത്. ഒരു ഈവനിങ് ടൈം ആയിരുന്നു. അപ്പം ചെറുതായിട്ട് മഴയ്ക്കൊക്കെ ഒരു കാരൊക്കെ വെച്ചിട്ട് ഇരിക്കുന്ന ടൈമായിരുന്നു. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. പുറത്തേക്ക് നോക്കുമ്പോൾ നല്ലൊരു പ്ലസൻ്റ് അറ്റ്മോസ്ഫിയർ. നല്ലൊരു റോഡാകുമ്പോൾ തന്നെ ഡ്രൈവ് സൂപ്പറായിരിക്കും അല്ലേ. പൊതുവെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു റോഡായിരിക്കും ഈ എയർപോർട്ട് റോഡ്. അത് നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിരിക്കും. എൻ്റെ ഒരു ഫേവറേറ്റ് റോഡാണിത്. ഇന്നിപ്പോൾ എയർപോർട്ടിലും കൂടി പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇറങ്ങിയത്. നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഞാനിങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. ആ സമയം കൊണ്ട് എയർപോർട്ട് എത്തി. ക്ലൈമറ്റ് ആയിരുന്നേ ഹൈലൈറ്റ്. നല്ലൊരു മഴയില്ല, മഴയുണ്ടായിരുന്നെങ്കിൽ ഇത്രയും കൂടെ നന്നായിരുന്നേനേന്ന് എനിക്ക് തോന്നി. പക്ഷെ മഴ പെയ്തില്ല. പക്ഷെ ആ ഫുള്ളൊരു ആ മേഘങ്ങളൊക്കെ കൊണ്ട് നിറഞ്ഞ് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. പക്ഷെ അത് എത്ര വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ എൻട്രി ചെയ്യുക. എയർപോർട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഒരു അത്ഭുതമാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കാണാനുള്ള കാഴ്ചേൻ്റെ അത്ഭുതമുണ്ട്, എന്നാൽ അതിലുപരിയായിട്ട് ഒരുപാട് ഇമോഷൻസ് നമുക്ക് ഒറ്റൊരു ഫ്രെയിമിൽ കാണാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണല്ലേ എയർപോർട്ട്. അപ്പോൾ ഞങ്ങൾ റിട്ടേൺ പോണ സമയത്ത് കറക്റ്റ് ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുവാണേ. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു അത്. ഞാൻ ആ ഫ്ലൈറ്റ് അങ്ങ് അറ്റം വരെ പോണ വരെ നോക്കിയിരുന്നേ. നല്ല സ്കൈ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കാണാൻ ഒരു രക്ഷയുണ്ടായില്ല, അടിപൊളി. അങ്ങനെ ടേൺ ചെയ്തൊക്കെ വന്ന സമയത്ത് നമ്മുടെ നാഷണൽ ഫ്ലാഗ് അവിടെ കണ്ടു. അതിങ്ങനെ നിൽക്കുന്ന കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഈ ഒരു ചെറിയ ഡ്രൈവ് തന്നെ എന്നെ ഒരുപാട് ഹാപ്പി ആക്കിയായിരുന്നു. നമുക്ക് നമ്മളെ തന്നെ ഹാപ്പി ആക്കാനായിട്ട് ഇതുപോലെ ഒരു ചെറിയ ഡ്രൈവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൺസെറ്റ്, ഒരു സൺറൈസ് അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒക്കെ മതിയെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയൊരു ലക്കി പേഴ്സൺ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പതുക്കെ ഒന്ന് ചെറുതായിട്ട് വിശപ്പ് വന്ന് തുടങ്ങി കഴിഞ്ഞപ്പം ഞങ്ങൾ വേറൊരു റെസ്റ്റോറൻറ്റിൽ അടുത്ത് തന്നെ കയറി. ഇവിടെയും ഫസ്റ്റ് സൂപ്പ് തന്നെ ഓർഡർ ചെയ്തത്. ഇപ്രാവശ്യം ഹോട്ട് ആൻഡ് സോർ. റെസ്റ്റോറൻറ്റിൽ ഈ ഒരു വ്യൂവും കൂടി ആയിക്കഴിഞ്ഞപ്പം അടിപൊളിയായിരുന്നേ. ഈ വട്ടം ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ആ വ്യൂ തന്നെയാണ്. ഈ വട്ടം പരീക്ഷണത്തിനൊന്നും നിന്നില്ല. ഞങ്ങൾ ബീഫ് റോസ്റ്റ് ആൻഡ് പൊറോട്ട ഇതാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ആ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് നല്ലൊരു മൊരിഞ്ഞ പൊറോട്ടയും കുറച്ച് ബീഫ് റോസ്റ്റും കൂടിയിട്ട് ഞാൻ തുടങ്ങി. ബീഫ് പെപ്പർ റോസ്റ്റും കൂടി ആയിരുന്നു അത്, കാരണം നല്ല ഒരു എരിവുണ്ടായി. അപ്പോൾ അതിന് നല്ലൊരു കോമ്പിനേഷൻ പിടിക്കാനായിട്ട് ഞാനൊരു സുലൈമാനിയും കൂടി പറഞ്ഞു. നല്ല ഫുഡ്, നല്ല മൂഡ്. അങ്ങനെ ഞങ്ങൾ അടുത്തത് കൊച്ചിയിലേക്ക് വിട്ടു. അങ്ങനെ ഇതൊക്കെ എൻജോയ് ചെയ്ത് വന്നപ്പം ഇച്ചിരി മധുരം കഴിക്കണമെന്നൊരു പൂതി. അപ്പോൾ ഞങ്ങൾ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറി നല്ലൊരു ഫ്രൂട്ട് സാലഡും കൂടി കഴിച്ചേ. അടിപൊളിയായിരുന്നു. എൻ്റെ ഈ കൊച്ചി യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അപ്പോൾ ഞാനിതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.